എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ്. വെജിറ്റബിൾ ബിരിയാണി ഒരു ബിരിയാണിയല്ല എന്ന് പറയുന്നവർക്ക് ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. ചിക്കൻ ബിരിയാണി പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ദം ബിരിയാണിയാണ്. നിങ്ങൾ ഇത്ര നാളും ഉണ്ടാക്കിയിട്ടുള്ളതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ദം ബിരിയാണിയാണെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല മയമുള്ള റൈസ് ഒക്കെയാണ്. അപ്പോൾ ഗസ്റ്റ് ഒക്കെ ഉള്ളപ്പോൾ ചിക്കൻ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, ഈ വെജിറ്റബിൾ ദം ബിരിയാണി തയ്യാറാക്കിക്കോളൂ. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉള്ളിയും തക്കാളിയും എന്തിന് മസാല പോലും വഴറ്റി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇതിനു മുന്നേ നമ്മൾ എളുപ്പത്തിലുള്ള ഒരു വെജ് പുലാവിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു റെസിപ്പിയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് വെജിറ്റബിൾ ദം ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അതിനായിട്ട് നമുക്ക് 1.5 കപ്പ് ബാസ്മതി റൈസ് കഴുകി വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെക്കാം. ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക് ബാസ്മതി റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ബാസ്മതി റൈസ് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കഴുകി വെള്ളത്തിലൊരു 15 മിനിറ്റ് കുതിർത്തതിന് ശേഷം നമുക്കിത് ഊറ്റി മാറ്റി വെക്കണം. അതുപോലെ ആദ്യം തന്നെ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം റെഡിയാക്കി വെക്കണം. ഒരു വലിയ ക്യാരറ്റ് അല്ലെങ്കിൽ 2 ചെറുത്, 2 ചെറിയ ഉരുളക്കിഴങ്ങ്, 6-7 വലിയ അല്ലി കോളിഫ്ലവർ, 7 ബീൻസ്, ഇത്രയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്യൂബ്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും കട്ട് ചെയ്തെടുക്കാം. കോളിഫ്ലവർ നമ്മൾ കുറച്ച് വലുതായിട്ട് തന്നെ എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ വേവുമ്പോൾ അത് പൊടിഞ്ഞു പോകും. ഇതുകൂടാതെ നമുക്ക് 1/2 കപ്പ് ഗ്രീൻ പീസ് കൂടി വേണം. ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്തിട്ടുള്ള ഗ്രീൻ പീസ് എടുക്കുക. ഇതൊക്കെ ആദ്യം തന്നെ ചെയ്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ബാക്കിയെല്ലാം വളരെ എളുപ്പമാകും. ഇതുകൂടാതെ നമുക്ക് 2 മീഡിയം സൈസിലുള്ള സവാളയും 4 പച്ചമുളകും വേണം. ഇതുകൂടാതെ നമ്മൾ വേറെ സവാളയുള്ളിയും തക്കാളിയും ഒന്നും യൂസ് ചെയ്യുന്നില്ല. സവാളയുള്ളി കനം കുറച്ച് നീളത്തിലാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, എല്ലാ ബിരിയാണിക്കും ചെയ്യുന്ന പോലെ തന്നെ. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം കുതിരാനിട്ട അരി ഊറ്റി മാറ്റി വെക്കാം. 15 മിനിറ്റിൽ കൂടുതൽ നമ്മൾ ഇത് വെള്ളത്തിലിട്ടേക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഇതുപോലെ ഊറ്റി മാറ്റി വെക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ ജോലി എല്ലാം കഴിഞ്ഞു. ഇനി എല്ലാം വളരെ എളുപ്പമാണ്. ഇനി നമുക്ക് വലിയൊരു പാത്രത്തിലേക്ക്, അരി വേവിക്കാനും പാകത്തിനുള്ളൊരു പാത്രത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉള്ളി വറുത്തെടുക്കുന്നത് എപ്പോഴും സൺഫ്ലവർ ഓയിലിലാണ്. ഒരുപാട് അങ്ങ് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. 2 ട്രിപ്പായിട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ടൊന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വന്നതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. ഇനി ഇതേ എണ്ണയിലേക്ക് നമുക്ക് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. കൈവച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, ഇങ്ങനെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ മാത്രം നമ്മളിത് വറുത്താലും മതിയാകും. അങ്ങ് ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമില്ല. ഒരു ട്രിപ്പും കൂടെ നമുക്ക് വറുക്കാനുണ്ട്. ഇതൊരുപാട് അങ്ങില്ല. ഇതൊരു ഇത്രയും കൂടെ നമ്മൾ കളറാക്കി വറുത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരേപോലെ തന്നെ 2 വറുത്തെടുത്താലും മതി. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. 2-3 മിനിറ്റ് നമുക്കിതിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. അതിന് വേവ് കുറവായതുകൊണ്ട് നമ്മൾ ആദ്യമേ അത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റ് നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 30 സെക്കൻഡ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പച്ചക്കറി ഒരു 3/4 വേവ് ആവുന്നിടവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂടുവെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. അപ്പം നമ്മുടെ പച്ചക്കറിയൊക്കെ ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. നമ്മൾ ഏത് പാത്രത്തിലാണോ ബിരിയാണി വെക്കുന്നത് ആ വലിയ പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റി ഇടാവുന്നതാണ്. ഈ സമയം ബിരിയാണി പാത്രം ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു വലിയ പാത്രത്തിലേക്ക് നമ്മളിത് കോരി മാറ്റുവാണ്. വെജിറ്റബിൾസ് വേവിച്ച് അതേ പാത്രത്തിൽ തന്നെ നമുക്ക് അരിയും വേവിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് ബാക്കി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. മൊത്തം ഒരു 2.25 ലിറ്റർ വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ വെള്ളത്തിലാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ ഒരുപാട് നേരം ഒന്നും ദമ്മ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഷാജീര ചേർത്ത് കൊടുക്കാം. ഷാജീരകം ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഒരു കറക്റ്റ് ഫ്ലേവറൊക്കെ കിട്ടുന്നത്. കയ്യിലില്ലാന്ന് വെച്ചാൽ വാങ്ങിച്ചു വെച്ചോളൂ. ബിരിയാണിയിൽ മാത്രമല്ല പുലാവിലും ഒക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല സ്പൈസാണ് ഷാജീരകം. ഷാജീരയോടൊപ്പം തന്നെ നമുക്ക് 5 ഏലക്കായും 5 ഗ്രാമ്പൂവും 2 ചെറിയ കഷ്ണം പട്ടയും 1 സ്റ്റാർ അനീസും ചേർത്ത് കൊടുക്കാം. എൻ്റേത് ഉടഞ്ഞ സ്റ്റാർ അനീസായിരുന്നു. ഇതോടൊപ്പം തന്നെ 1 ബേ ലീവ്സ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് മുന്നിൽ നിൽക്കണം. അപ്പോൾ ആ ഒരളവിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് പോരായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും 1.5 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നല്ലപോലെ വെട്ടി തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം.
കുരു ഒന്ന് മാറ്റിയിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം തന്നെ നമുക്ക് 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർത്ത് അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ബാസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് ബാസ്മതി റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് നമ്മൾ അളന്നെടുത്ത 1.5 കപ്പ് ബാസ്മതി റൈസാണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊരു 3/4 വേവ് ആവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സൈഡ് ബൈ സൈഡായിട്ട് തന്നെ നമുക്ക് വെജ് മസാലയ്ക്കുള്ള കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. ചോറിനായിട്ടുള്ള വെള്ളം തിളയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്കത് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചോറിന് വെള്ളം വെച്ചിട്ട് അത് തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതങ്ങ് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഞാൻ ആ സമയത്ത് ചെയ്തത് ഇപ്പോൾ കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ 3/4 വേവായി കോരി മാറ്റിയ പച്ചക്കറിയിലേക്ക് 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ആദ്യം വറുത്ത് വെച്ച ഉള്ളി 2 പിടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ഭാഗം മാത്രം നമ്മൾ ലാസ്റ്റത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കുക. ബാക്കി നമുക്ക് ലാസ്റ്റ് ദം ചെയ്യാൻ നേരം ലെയർ ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇതിലേക്ക് 2.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരേ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്. 1 ടീസ്പൂൺ ഷാജീരകം ചേർത്ത് കൊടുക്കുക. ഇതോടൊപ്പം തന്നെ 3 ഏലയ്ക്ക, 4 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട, 1 ബേ ലീവ്സ് ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ അധികം എരിയില്ലാത്ത മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ചിക്കൻ മസാല കയ്യിലില്ലാന്ന് വെച്ചാൽ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതിയാകും. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരമുറി നാരങ്ങയുടെ നീര് പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. 5-6 പുതിനയില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി 1/2 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിത്രയും 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നിങ്ങൾ ആദ്യം ഉള്ളി വറുക്കാൻ നേരം ഒരുപാട് എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എണ്ണ മാറ്റി വെച്ചിട്ട് അത് ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ സമയം കൊണ്ട് അരി ഒരു 3/4 വേവ് ആയിട്ടുണ്ടായിരുന്നു. 3/4 വേവ് വരെ മാത്രം നമ്മുടെ അരി വേവിച്ചെടുത്താലും മതിയാകും. കഴിച്ചു നോക്കുമ്പോൾ വെന്തിട്ടുണ്ടാവണം, എന്നാൽ കുറച്ച് കട്ടിയായിരിക്കണം. ആ ഒരു പരുവത്തിന് വേണം നമ്മൾ അരി വേവിച്ചെടുക്കാനായിട്ട്. ഇനി ചോറ് കോരി നമുക്ക് വെജിറ്റബിൾ മസാലയുടെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മൾ ചോറ് സെപ്പറേറ്റ് ആയിട്ട് ഊറ്റി വെക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഈ സമയത്ത് ബിരിയാണി പാത്രം ഫ്ലെയിമിലല്ല വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കോരി വെക്കുമ്പം കുറച്ചൊക്കെ വെള്ളം അതിലേക്ക് വീഴും. അതൊന്നും സാരമില്ല. അതുപോലെ തന്നെ ചോറ് 3/4 വേവാവുന്ന ടൈമിൽ നിങ്ങൾ വെജ് മസാല റെഡിയാക്കിയിട്ടില്ല എന്ന് വെച്ചാൽ ചോറങ്ങ് ഊറ്റി മാറ്റി വെക്കാവുന്നതാണ് സെപ്പറേറ്റ് ആയിട്ട്. ഇനി നമുക്കിത് ലെയർ ചെയ്ത് ദം ചെയ്യണം. അതിനായിട്ട് നമുക്കൊരു തവ ഏറ്റവും ലോ ഫ്ലെയിമിലൊന്ന് ചൂടാവാനായിട്ട് വെക്കാം. അതിൻ്റെ മുകളിലേക്ക് ബിരിയാണി പാത്രം വെച്ച് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം, അടിയിൽ കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു പിഞ്ച് ഗരം മസാല ഒന്ന് വിതറി കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ച ഉള്ളിയും കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് വിതറി കൊടുക്കാം. ഇനി നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നെയ്യ് തൂക്കി കൊടുക്കാം. ഞാനൊരു 2-2.5 ടേബിൾ സ്പൂൺ നെയ്യ് തൂക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു കറക്റ്റ് ബിരിയാണിയുടെ മണമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യ് യൂസ് ചെയ്യണം. ഇതുവരെ നമ്മൾ നെയ്യൊന്നും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചൂട് പാലിൽ ഒരു 2-3 സ്ട്രാൻഡ് കുങ്കുമപ്പൂ സാഫ്രൺ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിത് അടച്ചു വെച്ച് ദം ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റീം എസ്കേപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇല വെച്ച് വല്ലതും നമുക്ക് അടച്ചു കൊടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലുമിനിയം ഫോയിൽ വെച്ചിട്ടും കവർ ചെയ്യാവുന്നതാണ്. ഏറ്റവും ചെറിയ ബർണറിൻ്റെ ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ദം ചെയ്തെടുക്കാനായിട്ട്. ഒരു 15 മിനിറ്റൊക്കെ ദം ചെയ്താലും മതിയാകും. കാരണം നമ്മുടെ ചോറിന് ഓൾറെഡി നല്ല ഫ്ലേവറൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് അത് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴാണ് ഒരു കറക്റ്റ് നല്ല ഫ്ലഫി ആയിട്ടുള്ള നമ്മുടെ ബിരിയാണി റൈസ് നമുക്ക് കിട്ടുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല മണമുള്ള നല്ല ചിക്കൻ ബിരിയാണി പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ദം ബിരിയാണിയാണ്. അപ്പോൾ ഇതുവരെ വെജിറ്റബിൾ ബിരിയാണി ട്രൈ ചെയ്തിട്ടില്ലാത്തവരും ട്രൈ ചെയ്ത് ശരിയായിട്ടില്ലാത്തവരും ഇനിയിപ്പോൾ ശരിയായിട്ടുള്ളവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ ദം ബിരിയാണിയാണ്. കൂടെ കുറച്ച് റായത്തയും കുറച്ച് നാരങ്ങാച്ചാറും പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചിക്കൻ ബിരിയാണി പോലും വേണ്ട. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ദം ബിരിയാണിയാണ്. നിങ്ങളൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഫീഡ്ബാക്കൊക്കെ ഉറപ്പായിട്ടും എഴുതി അറിയിക്കുകയെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു പ്രചോദനമാകത്തുള്ളൂ. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോ അല്ല വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.